നമസ്കാരം. മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോട് ധാരാളം പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലോട്ടറി അടിക്കുവാൻ എന്തു ചെയ്യണമെന്ന്. ഞാൻ അവരോട് പലപ്പോഴും ഒരു തമാശ രൂപത്തിലാണ് മറുപടി പറയുന്നത്. ലോട്ടറി അടിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെങ്കിൽ ഞാൻ അതങ്ങ് ചെയ്താൽ പോരെ എന്ന്. എങ്കിലും ഒരുപാട് പേര് വീണ്ടും ഇത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണല്ലോ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ധനപരമായിട്ട് രക്ഷപ്പെടുവാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക പ്രയാസങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, വെൻ മണി ഈസ് ലോസ്റ്റ് നത്തിങ് ഈസ് ലോസ്റ്റ്, when health is lost something is lost, when character is lost everything is lost. അതായത് നമ്മുടെ സ്വഭാവ ഗുണം നമുക്ക് നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെടും, പണം നഷ്ടപ്പെട്ടാൽ ഒന്നും നഷ്ടപ്പെടില്ല. അപ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ധനപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. അത് ലോട്ടറി അടിച്ചാണോ, നമുക്ക് അധ്വാനിച്ചാണോ, നിധി കിട്ടിയാണോ, ആരെങ്കിലും തരുന്നതാണോ എന്നുള്ളത് ഈശ്വര നിശ്ചയമാണ്. പക്ഷേ നമുക്ക് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിക്കുവാനും ധനപരമായിട്ട് മെച്ചമുണ്ടാകുവാനും തീർച്ചയായിട്ടും സാധിക്കും. അതിനുള്ള വഴികളുണ്ട്. നമുക്ക് നമ്മുടെ ആഗ്രഹിക്കുന്ന, നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ലഭിക്കാതിരിക്കുവാൻ രണ്ട് കാരണങ്ങളേ ഉള്ളൂ. ഒന്ന്, നമ്മുടെ കർമ്മ തടസ്സം എന്ന് പറയുന്നത് നമ്മൾ ജോലികൾ ചെയ്യാതിരിക്കുക. ഇപ്പോൾ ലോട്ടറി അടിക്കാനാണെങ്കിലും ലോട്ടറി എടുക്കുന്നവർക്കേ അടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ മാർഗങ്ങൾ അന്വേഷിക്കുന്നവർക്ക്, ജോലി ചെയ്യുന്നവർക്കേ അത് ഗുണമുണ്ടാവുകയുള്ളൂ. അതിൽ പരാജയമുണ്ടാകുന്നവരെ രക്ഷിക്കുവാൻ ഈശ്വരനുണ്ട്. അതായത് സമയദോഷം. അപ്പോൾ സമയദോഷങ്ങൾ നമ്മൾ മാറ്റണം. അതോടൊപ്പം നമ്മുടെ അധ്വാനവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുവാൻ സാധിക്കും. സാമ്പത്തികം മാത്രമല്ല, ഏത് കാര്യത്തിലും നമുക്ക് ലഭിക്കുവാൻ അർഹതയുള്ള കാര്യങ്ങൾ നമുക്ക് നേടുവാൻ സാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത്, പൊതുവിൽ ഞാൻ എല്ലാവരോടും പറയുന്ന വിശിഷ്ടമായ ഒരു മന്ത്രത്തെക്കുറിച്ചാണ്. ഈ മന്ത്രം നിഷ്ഠയോടെ ജപിക്കുന്നവർക്ക് തീർച്ചയായിട്ടും സാമ്പത്തിക പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും. എന്നാൽ മന്ത്രം ജപിച്ചിട്ട് വെറുതെ ഇരിക്കുന്നവർക്ക് ഒരു കാരണവശാലും ഗുണമുണ്ടാവുകയില്ല. നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ നല്ലവണ്ണം ചെയ്യുന്നവർക്കേ ഉള്ളൂ. മന്ത്രം ജപം നിസ്സാര കാര്യമല്ല. നിഷ്ഠയോടെ, ഭക്തിയോടെ, അതിനുവേണ്ടി സമയം കണ്ടെത്തി ആത്മാർത്ഥതയോടെ ചെയ്യുന്നവർക്ക്, അതും കുറഞ്ഞ അളവിലല്ല, നല്ല രീതിയിൽ. കാരണം വിജയത്തിന് കുറുക്കു വഴികളില്ല, അത് കുറച്ച് കഷ്ടപ്പാട് നിറഞ്ഞ വഴിയാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ഉതകുന്ന ഒരു മന്ത്രത്തെ പറ്റിയാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. നിങ്ങളുടെ ജാതകപരമായ സംശയങ്ങൾ എന്നോട് വാട്സപ്പിൽ ചോദിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് ഞാൻ സൗജന്യമായിട്ട് മറുപടി നൽകുന്നതാണ്. നിങ്ങളുടെ ജനന സമയം, ജനന തീയതി, നക്ഷത്രം, ജനനസ്ഥലം, ഇത്രയും കാര്യങ്ങൾ, നിങ്ങൾക്കറിയേണ്ടതായ കാര്യങ്ങളും ആദ്യമേ തന്നെ വാട്സപ്പിൽ മെസ്സേജായിട്ട് എന്നോട് ചോദിക്കുക. കുറച്ച് കാലതാമസമുണ്ടായാലും നിശ്ചയമായും നിങ്ങൾക്ക് ഞാനൊരു മറുപടി നൽകുന്നതാണ്. വിശദമായ ജാതകം പരിശോധിച്ചിട്ട് ജാതകത്തിലെ ഇപ്പോഴത്തെ ദശാകാലങ്ങളും മറ്റും നോക്കി എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങൾ പറയുന്നതും തീർച്ചയായിട്ടും സൗജന്യമായിട്ട് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ സമയകാര്യങ്ങൾ അറിയുവാൻ കവടിപ്രശ്നം നടത്തേണ്ടവർ ദക്ഷിണ നൽകി ചോദിക്കേണ്ടതാണ്. എൻ്റെ മറുപടി പലപ്പോഴും കുറേയേറെ താമസിക്കാറുണ്ട്. എങ്കിലും ചോദിക്കുന്ന എല്ലാവർക്കും തന്നെ ഞാൻ മറുപടി നൽകാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജായിട്ട് മാത്രം ചോദ്യങ്ങൾ ചോദിക്കുക. നിശ്ചയമായും അതിന് വ്യക്തമായിട്ടുള്ള മറുപടി ഞാൻ നൽകുന്നതായിരിക്കും. നമുക്ക് ഈ കലിയുഗത്തിൽ ഏറ്റവും വലിയ പരിഹാര മാർഗം എന്ന് പറയുന്നത് ജപമാണ്. നമുക്ക് ലഭിക്കുവാൻ അർഹതയുള്ള കാര്യങ്ങൾ നമുക്ക് നേടുവാൻ സാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ സമയദോഷങ്ങളുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തി അതില്ലാതാക്കണം. കാരണം സമയദോഷങ്ങൾ പലപ്പോഴും തടസ്സങ്ങൾ സൃഷ്ടിക്കും. നമ്മൾ നല്ല ചൂട് സമയത്ത് ഒരു ഫാൻ വെച്ചിട്ടൊരു മുറിയിലിരിക്കുമ്പോൾ ആ ഫാൻ നല്ല വേഗതയിൽ കറങ്ങുന്നുണ്ടെങ്കിലും നമുക്കും ഫാനിനും ഇടയിൽ ഒരു സ്ക്രീൻ വന്നാൽ അതിൻ്റെ കാറ്റ് നമ്മളിലേക്ക് എത്തുകയില്ല. തടസ്സങ്ങളുണ്ടെങ്കിൽ ഗുണങ്ങൾ ലഭിക്കുകയില്ല എന്നർത്ഥം. അപ്പോൾ സമയദോഷങ്ങളുണ്ടെങ്കിൽ ആ സമയദോഷങ്ങൾ നമ്മൾ ചിന്തിച്ച് അത് മനസ്സിലാക്കി സമയദോഷങ്ങൾക്ക് പരിഹാരം കാണുകയും, ഞാൻ ഇനി പറയുന്ന വിശിഷ്ടമായ ഈ മന്ത്രം
നല്ലവണ്ണം ജപിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ധനപരമായ പ്രശ്നങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും മോചിതനാകാൻ സാധിക്കും. മന്ത്രജപം കുറച്ച് നിഷ്ഠകളോടെ ചെയ്യണം. പഞ്ചശുദ്ധികൾ പാലിച്ച് വേണം ചെയ്യേണ്ടത്. അക്ഷരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ആഹാരശുദ്ധി, ശരീരശുദ്ധി. ആഹാരശുദ്ധി എന്ന് പറയുന്നത് നോൺ വെജിറ്റേറിയനൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. എങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പൂർണ്ണമായിട്ട് ആർക്കും സാധിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴാണോ ജപിക്കുന്നത് അതിന് 6 മണിക്കൂർ മുൻപും 6 മണിക്കൂറിന് ശേഷവുമുള്ള 12 മണിക്കൂർ നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കി ഭക്തിയോടെ ചെയ്യുക. സാധിക്കുന്നവരെ വിളക്ക് കൊടുത്ത് ചെയ്യുന്ന ഏറ്റവും ഉത്തമമാണ്. നല്ല ഭക്തിയോടെ വേണം ചെയ്യേണ്ടത്. ഒരു മന്ത്രം ജപം പൂർണ്ണമാകുന്നത് അത് 1,00,000 തവണ ജപിക്കുമ്പോഴാണ്, അക്ഷരലക്ഷം തവണ ജപിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ എത്രമാത്രം ദിവസവും കൂടുതൽ ജപിക്കുന്നു അതനുസരിച്ച് വേഗത്തിൽ നമുക്ക് ഫലപ്രാപ്തി ഉണ്ടാകും. പേരിന് അല്പം ജപിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ധാരാളം കാലതാമസം ഉണ്ടാകും. നമുക്കൊരു ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും നേടാം എന്നാരും കരുതരുത്. എങ്കിലും നല്ല രീതിയിൽ ഈ മന്ത്രം ജപിക്കുകയും നിങ്ങളുടെ കർമ്മങ്ങൾ നല്ല ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്താൽ ഉറപ്പായും നിങ്ങൾക്ക് ക്രമേണയായിട്ട് ഗുണങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അളവിലേക്ക്, നിങ്ങൾക്ക് അർഹതപ്പെട്ട അളവിലേക്ക് എത്തുകയും ചെയ്യും. ഈ മന്ത്രത്തിൻ്റെ പേര് രാജഗോപാല മന്ത്രമെന്നാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു മന്ത്രമാണ്. വളരെ നിഷ്ഠയോടെ ചെയ്യണം, തീർച്ചയായിട്ടും ഗുണമുണ്ടാകും. മന്ത്രം ഞാൻ ഇനി പറയുകയാണ്. ഇത് ആദ്യം നമ്മൾ ആ മന്ത്രത്തിൽ ആ ദേവതയെ ഒന്ന് ധ്യാനിക്കുക. ഓം കൃഷ്ണായ വാസുദേവായ ഗോവിന്ദായ നമഃ. അപ്രകാരം ഒന്ന് ജപിച്ച ശേഷം നല്ലവണ്ണം ഭക്തിയോടെ ഈ മന്ത്രം ജപിക്കുക. മന്ത്രം ഇങ്ങനെയാണ്: ഓം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ സ്വാഹ. എല്ലാ ഗുണങ്ങളും എന്നിലേക്ക് വരണം എന്ന് ഭഗവാനോട് അഭ്യർത്ഥിക്കുന്ന മന്ത്രമാണ്. തീർച്ചയായിട്ടും നമ്മൾ കൃത്യതയോടാണ് ചെയ്യുന്നതെങ്കിൽ ഭഗവാൻ ഇത് കേൾക്കും. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിട്ട് വെറുതെ കയ്യും കെട്ടിയിരുന്നാൽ ഗുണം ലഭിക്കില്ല, കർമ്മം കൂടി ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്താൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ലോട്ടറിയോ അല്ലെങ്കിൽ അതേപോലെ സർവ സമ്പദ് സമൃദ്ധി ഉണ്ടാകുവാൻ ഇടവരുത്തുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് അർഹമായ കാര്യങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് മറ്റുള്ളവർ കൂടി പകർന്നു കൊടുക്കുക. വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾ വാട്സപ്പ് മെസ്സേജായിട്ട് എന്നോട് ചോദിക്കുക. നിശ്ചയമായിട്ടും മറുപടി നൽകുന്നതാണ്. വീണ്ടും മറ്റൊരു ജ്യോതിഷ വിഷയമായി അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രീ വല്ലഭോ രക്ഷതു.